നമസ്കാരം. ഹാർട്ട് ആൻഡ് ടോക്ക് ഷോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പഴയ തേവര കോളേജിലെ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുവാനായി ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് 60കളുടെ കാലഘട്ടത്തിൽ കോളേജിൽ പ്രീ ഡിഗ്രിയും പിന്നീട് സസ്യശാസ്ത്രത്തിൽ ബിരുദവും നേടി കോളേജിൻ്റെ മുൻ മ്യൂസിക് ക്ലബ് സെക്രട്ടറിയും നിലവിലത്തെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അസോസിയേറ്റ് പ്രൊഫസറായിരിക്കുന്ന ജോസഫ് ജോർജ് സാറിൻ്റെ പിതാവുമായ ജോർജ് സാറാണ്. സർ നമസ്കാരം. നമസ്കാരം സർ. ഒരു ഇടവേളയ്ക്ക് ശേഷം തേവര തിരുഹൃദയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് സർ എത്തിയിരിക്കുകയാണ്. അതെ, എന്ത് തോന്നുന്നു? ഒരു ഗൃഹാതുരത്വം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 1964 ഞാനിവിടെ പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത്. സെക്കൻഡ് ഗ്രൂപ്പാണ് കിട്ടിയത്. അതിനുശേഷം 2 കൊല്ലം കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം BSc ബോട്ടണിക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ 3 കൊല്ലം ഇവിടെ, അങ്ങനെ 5 കൊല്ലം ടോട്ടൽ ഇവിടെ ഉണ്ടായിരുന്നു. 69 ഞാൻ ഇവിടെ നിന്നും ഇവിടെ പറഞ്ഞു 62 മുതൽ 64 മുതൽ 69 കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഓർമ്മയാണ് അതെല്ലാം ഉള്ളത്. പലതും മറന്നു കിടക്കുകയാണ്. ഒരു പക്ഷേ ഇപ്പോൾ എനിക്ക് ഓർക്കാൻ സാധിച്ചേക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സാറേ. ഇപ്പോൾ ഈ സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രീ ഡിഗ്രി പഠിക്കുന്നു, പിന്നീട് വീണ്ടും ഇവിടെ തന്നെ BSc ബോട്ടണി പഠിക്കുന്നു. അതെ, അതെന്തുകൊണ്ടാണ് ഈ ഇവിടെ വന്നിട്ട് പിന്നീട് ഇവിടെ നിന്ന് പോകാൻ തോന്നിയില്ലേ? തീർച്ചയായിട്ടും ഇവിടെ പഠിക്കുന്ന ഒരാൾക്ക് ഇവിടുന്ന് ഒരിക്കലും പോകാൻ തോന്നുകയില്ല. ഞാൻ വേറെ പാല എന്ന് പറയുന്ന സ്ഥലമാണ് ഞങ്ങളുടെ, കാഞ്ഞിരപ്പള്ളി പാല ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ എന്നാലും തേവര എന്ന് പറയുന്ന 2 കൊല്ലം കൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു സൗഹൃദം വളരെയേറെ മെച്ചപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ചേരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ബോട്ടണി ആണ് അന്ന് ലഭിച്ചത്. അന്ന് പിന്നെ നമുക്ക് അന്നത്തെ കാലത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബിരുദം കിട്ടുക, അതിനുശേഷം ഒരു ബിരുദാനന്തര ബിരുദം, ഒരു MSc അല്ലെ MA പാസ്സാകുക, അതിനുശേഷം വേറൊരു ജോലിക്ക് പോവുക. ഒന്നീ സാറായിട്ട് പോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ എവിടെയെങ്കിലും ജോലി. ഇങ്ങനെയാണ് അന്നത്തെ കാര്യം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് മേഖലകളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഒരുപാട്. ഇപ്പോൾ അന്ന് ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെയുള്ളായിരുന്നു. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് എന്തുമാത്രം ഫീൽഡുകൾ തുറന്നു കിടക്കുന്നത്. അപ്പം അങ്ങനെയല്ലായിരുന്നു. ഇവിടെ തന്നെ BScയും കഴിഞ്ഞു. അപ്പോൾ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലെ മനോഹരമായ മണിമലയാറിൻ്റെ തീരത്ത് നിന്ന് ഈ കൊച്ചിയിലോട്ട് 64 വരിക എന്ന് പറയുന്നത് അതിനുണ്ടായ ഒരു സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ വിദൂരങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന ഒരു പതിവ് ഇന്നത്തെ പോലെ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതായത് എൻ്റെ പിതാവ് ബ്രിട്ടീഷ് ആർമിയിലെ ഒരു മേജറായിരുന്നു. അതിനുശേഷം അവിടുന്ന് സതേൺ റെയിൽവേയുടെ പേഴ്സണൽ ഓഫീസറായിട്ട് ഒലവക്കോട് ജോലി ചെയ്യായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ SSLC പാസ്സായത്. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠന്മാരെല്ലാവരും പഠിച്ചിരുന്നത് ലോയോള കോളേജിലാണ്, മദ്രാസിൽ. അതെ. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ തൊട്ട് മൂത്ത ചേട്ടൻ ആൻ്റണി, പുള്ളിയും ലോയോള കോളേജിൽ പഠിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിത് പാസ്സായപ്പോൾ ഞാനും ആ കൂട്ടത്തിൽ ലോയളായി പോയി ആപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷേ അവിടെ ഒരു ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടുന്ന് നോട്ടീസ് ഇട്ട്, അതായത് കേരളത്തിൽ നിന്ന് വന്ന കുട്ടികളെല്ലാം തിരിച്ചു പോക്കോ, കാരണം ഇവിടെ 11 ക്ലാസ് കഴിഞ്ഞിട്ടാണ് പ്രീ യൂണിവേഴ്സിറ്റി. ഇവിടെ കേരളത്തിൽ നിന്ന് പോരുന്നവർ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ പ്രീ യൂണിവേഴ്സിറ്റിക്ക് ചേരാൻ പാടില്ല, ഇവിടെ തന്നെ +2 ചേരണം, അതുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നേരെ വണ്ടി കിട്ടി ഒലവക്കോട്ട് വന്നു. എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു തേവര അഡ്മിഷൻ കിട്ടുമായിരിക്കും, നേരെ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ആണ് പ്രീ ഡിഗ്രിക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ കാര്യം. അതാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. സത്യത്തിൽ ലയോളയിൽ പോകേണ്ട ഒരു വ്യക്തിത്വമാണ്. പിന്നീട് ഗ്രഹപ്പഴയ്ക്ക് നമുക്കൊരു എനിക്ക് മാത്രം അവിടെ പഠിക്കാൻ സാധ്യതയില്ലാതെ പോയി. പക്ഷെ പിന്നീട് അത് ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തന്നെ മാറുകയുണ്ടായി. കുഴപ്പമൊന്നുമില്ലാതെ ജീവിതം മുമ്പോട്ട് പോയി. സാറേ, ഈ സാറ് പഠിച്ച കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് SS കോളേജ് ബോയ്സ് ഓൺലി കോളേജാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അന്നത്തെ കോളേജ് എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഈ ബോയ്സ് ഓൺലി ഒക്കെ ആകുമ്പോൾ അതിൻ്റെതായ എന്തെങ്കിലും ഒരു പരിമിതികളായിരുന്നു. ഒരുപാട് വികൃതികളുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നൊരു ഡിസിപ്ലിൻ്റെ പോരാഴിക നമ്മൾ കൂടും. ഇവിടെ അച്ഛനെ കാണുമ്പം എല്ലാവരും ഡിസിപ്ലിൻഡാണ്, അല്ലെങ്കിൽ അധ്യാപകരെ കാണുമ്പോൾ ഡിസിപ്ലിൻ. പക്ഷേ കുട്ടികളെല്ലാം കൂടെ കൂടുമ്പോഴത്തേനൊരു ബഹളമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്ത് തോന്നിയാസം കാണിക്കാം. പക്ഷേ ഇന്ന് ഞാൻ വന്ന് കാണുമ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം വന്നതായിട്ട് തോന്നുന്നു. കാരണം മിക്സ്ഡ് കോളേജ് എന്ന് പറയുമ്പോൾ അവിടെ അറിയാതെ തന്നെ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാകുന്നു. ആൺകുട്ടികളാണെങ്കിൽ തോന്നിയാസം കാണിക്കാൻ പോകില്ല, പെൺകുട്ടികളാണെങ്കിലും അവർ കാണുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് സെൽഫ് ഡിസിപ്ലിൻഡ് ആകുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ഗുണം. പെൺകുട്ടികളൊന്നും ഇല്ലാതെ പഠിച്ചപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള പരിമിതികളല്ലോ ആയിരുന്നു? അത് പിന്നെ സഹിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. കാരണം ഞങ്ങൾ ഇവിടെയാണെങ്കിലും സെൻറ്റ് റിസാസ് കോളേജിലൊക്കെ പാടാനും ഒക്കെ പോകുമ്പോൾ അത് ഒരു വലിയൊരു കയ്യടിയൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ഗമയായിരുന്നു.
തീർച്ചയായിട്ടും. അപ്പോൾ ഈ അന്നത്തെ പ്രത്യേകിച്ച് ഈ കോളേജ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത്? ഇന്നിപ്പോൾ നമുക്ക് ലേക്ക് വ്യൂ, എനിക്ക് തോന്നുന്നു അന്നും ഈ ലേക്ക് വ്യൂ ഉണ്ട്, പക്ഷെ ഇന്നത്തെ അത്രയും വിശദമായ രീതിയിലല്ല ഉള്ളത്. പക്ഷെ എന്നാലും അന്ന് ഞങ്ങൾ ഈ ലേക്ക് വ്യൂവിൽ വന്നിരുന്നത്, ഞങ്ങൾ സ്റ്റഡി ലീവിനൊക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് പഠിച്ചിരുന്നത് മുഴുവൻ ലേക്ക് വ്യൂവിൽ ഇരുന്ന. അപ്പം ഹോസ്റ്റലിലാണെങ്കിൽ അവിടെ സ്വല്പം ഉഴപ്പും കാര്യങ്ങളൊക്കെ കാണും, ബഹളം കാണും. അതിൽ നിന്നെല്ലാം മാറി ഇവിടെ വന്നിരുന്ന ലേക്ക് വ്യൂവിൽ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ പ്രീ ഡിഗ്രിക്കും BSc-ക്കും എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ അവസരം കിട്ടിയത് ഈ ലേക്ക് വ്യൂവിൽ. മനോഹരമായ വേമ്പനാട്ട് കായലിന്റെ വളരെ മനോഹരം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ സാർ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നാണ് 5 വർഷം പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. അതെ. ഈ ഹോസ്റ്റൽ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ഭക്ഷണം, തുണിയലൊക്കെ, കൂട്ടുകാര്? ആദ്യമൊക്കെ വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അമ്മയുടെ കൈ കൊണ്ടുള്ള നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഹോസ്റ്റലിൽ വന്ന് കഴിയുമ്പോഴത്തേന് ഒരു നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊന്നും കിട്ടുകയില്ല. പക്ഷേ എങ്കിലും എല്ലാവരും കൂടെ കൂടുമ്പം, ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടുമ്പോൾ അതൊരു രസമായിട്ട് അങ്ങ് പോയി. ഏതായാലും കൊള്ളാം. പ്രീ ഡിഗ്രി ഹോസ്റ്റലിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു ഓർമ്മ, ഒരുപാട് ഓർമ്മ തരുന്ന ഒരു ജീവിതമായിരുന്നു. അന്ന് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പലരും, എൻ്റെ റൂംമേറ്റ് ആയിരുന്ന ഒരു ജോസ് റാഫേൽ, പുള്ളി ഇന്നലെ എന്നെ വിളിച്ചു, ബോംബെയിലാണ് അദ്ദേഹം. പിന്നെ കുഞ്ചാക്കോയുടെ മകൻ, കുഞ്ചാക്കോവിൻ്റെ പിതാവ്, അതെ, കുഞ്ചാക്കോ എന്ന് പറഞ്ഞാൽ അപ്പൻ, കുഞ്ചാക്കോയുടെ മകൻ ബോബൻ. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും ആ ഹോസ്റ്റലിൽ ബോസ്കോ ടൂവിലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം കുഞ്ചാക്കോ ബോബൻ്റെ ഫാദർ, പുള്ളി മരിച്ചുപോയി. പിന്നെ എബ്രഹാം തമ്പി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് നമുക്കവിടെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അന്നത്തെ ഈ തേവര എന്ന് പറയുന്ന പ്രദേശമൊക്കെ എങ്ങനെയായിരുന്നു? അന്ന് ഇത്രയും വികസിതമല്ല. ഒന്നുമില്ല. ഇത് തേവര ഈ കോളേജ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വിജനമാണ്. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് ജോളി എബ്രഹാം പാട്ടുകാരനുണ്ട്. പുള്ളിയൊക്കെ അവിടുന്ന് കുമ്പളത്തുനിന്ന് വരുന്നത്. കുമ്പളത്തുനിന്ന് വരുമ്പോൾ പുള്ളി അവിടെ ബോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം പുള്ളിയോട് അങ്ങോട്ട് നടക്കാൻ പോയപ്പോൾ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി, ഞാൻ തിരിച്ചു പോകുന്നു. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒന്നുമില്ല. ഇന്നിപ്പോൾ അങ്ങോട്ട് പോയാൽ എന്തുമാത്രം കടകളും വലിയ വലിയ സൗധങ്ങളും ഒക്കെ ഇല്ലേ, ഫ്ലാറ്റുകളും ഒക്കെ ഒരുപാടുണ്ട്. ഏറ്റവും കൂടുതൽ സോട്ട് ആഫ്റ്റർ ആയിട്ടുള്ള ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞത്. വികസനമായി ഇപ്പോൾ വളരെ കൺജസ്റ്റഡ് ആയി തന്നെ. അതെ, ഇപ്പോൾ തീരെ കൺജസ്റ്റഡ്. ഇപ്പോൾ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കണത് തന്നെ ബുദ്ധിമുട്ടാണ്. അന്നും എനിക്ക് തോന്നുന്നു വണ്ടികളൊന്നും അധികമൊന്നുമില്ല. ഞങ്ങൾ ഇവിടുന്ന് വൈകിട്ട് നടക്കും, പെരുമാനൂർക്ക് നടക്കും. നടന്നിട്ട് ആ പാലത്തെ കയറി കാറ്റ് കൊള്ളും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് അവിടെ നിന്ന് ഞങ്ങൾ 1-2 പേര് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു ബസ് അങ്ങോട്ട് പോകുന്നതാണ്. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു കാർ ഇങ്ങോട്ട് പോകുന്നതാണ്. അത്രേ ഉള്ളായിരുന്നു അന്ന് അവിടെ. ഇന്ന് ആ പാലത്തെ പോയി നിൽക്കാൻ പറ്റുമോ? വളരെ തിരക്കേറിയ സ്ഥലമാണ്. സാറിൻ്റെ കോളേജ് ജീവിതത്തെ കുറിച്ച് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഇതിൽ കാണുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ മറ്റ് കോകരിക്കുലർ ആക്ടിവിറ്റീസിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുണ്ടാവുകയും ഇവിടുന്ന് പോകുമ്പോൾ അവസാന വർഷം മ്യൂസിക് ക്ലബിന്റെ സെക്രട്ടറി ആയിട്ടാണ് സാറ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ സംഗീതം പഠിക്കാതെ ഈ മേഖലയിൽ ഇപ്പോഴും കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന, വലിയ കഴിവൊന്നുമില്ല എങ്കിലും പാടും. എനിക്കൊന്നും ആ കഴിവ് തിരിച്ചറിഞ്ഞതും തിരുഹൃദയ കലാലയത്തിൽ വെച്ചിട്ടാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ കലാജീവിതത്തിന് കലാകാരന്മാർക്കും അതുപോലെ തന്നെ ഈ കായിക താരങ്ങൾക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവരെ പരിപോഷിപ്പിച്ച ഒരു വലിയൊരു ഇപ്പോഴും അങ്ങനെ തന്നെ തേവര കോളേജിന്റെ ഒരു വലിയ മഹത്വം എന്ന് പറയുന്ന പല വിദ്യാർത്ഥികളൂടെ അഡ്മിഷൻ എടുത്തിട്ട് വരുന്നത് തന്നെ ഈ ഒരു കാര്യം കണ്ടുകൊണ്ടാണ്. അത് തന്നെ. അപ്പം എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് ഇവിടെ വരുമ്പോൾ ഞാനൊരു മൂളിപ്പാട്ടുകാരനായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഇവിടെ തന്നു. പാടാൻ കഴിവ് ദൈവം കുറച്ച് തന്നിരുന്നു. അതിൻ്റെ രൂഢമൂലമായിട്ട് കടന്നതുകൊണ്ടാവാം ഒരു പക്ഷേ അത് പരിപോഷിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ ഇവിടെ വെച്ച് ഒരു VT ജോൺ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിയായിരുന്നു ഹാർമോണിയത്തിൽ എപ്പോഴും വായിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഗാനമേളയ്ക്ക് പോയി. അപ്പം പുള്ളി ഞങ്ങളിപ്പോൾ പറഞ്ഞു തരും, ഈ ശ്രുതിയിലാണ് പാടേണ്ടത്, ഇത് ഇങ്ങനെയാണ് പാടേണ്ടത്, ഇതാണ് അതിൻ്റെ അകത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. താളവും ശ്രുതിയും ലയവും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. ഇവിടെ ലൈബ്രറിയിലായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ റിട്ടയർ ചെയ്ത് വീട്ടിലാണ്. പക്ഷേ അങ്ങനെ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ പല മീറ്റിങ്ങുകളും വരുമ്പോൾ 2 ഗാനങ്ങൾ ഒരു പാട്ട് അതിൻ്റെ അകത്ത് കാണും. അതായത് ഒരു പ്രസംഗം കഴിയാൽ 2 പ്രസംഗം കഴിയുമ്പോഴത്തേന് മൊണോട്ടണി മാറാനായിട്ടൊരു ഗാനം. അതിലൊന്നിൽ ജോളി ആയിരിക്കും പാടുന്നത്. ജോളി എബ്രഹാം ഒരു വലിയ പുള്ളി ഗായകനായി പോയി, വലിയ ഗായകനായി പോയി. ഹാർട്ടി ഫെസ്റ്റിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് പാട്ടുകൾ ആലപിക്കാറുണ്ടല്ലോ? ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ
അല്ലെങ്കിൽ ഞാൻ പാടും. അപ്പോൾ അങ്ങനെ അവിടെ നിന്നും എനിക്ക് ഒരുപാട് പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റേജിൽ നിന്ന് പാടുമ്പോഴുള്ള ഒരു ഭയമുണ്ടല്ലോ, അതെല്ലാം മാറി കിട്ടി ഇവിടുന്ന്. അപ്പോൾ പിന്നെ മാത്രമല്ല തെറ്റ് പാടുമ്പോൾ നല്ല അസാധ്യമായിട്ട് കൂവൽ കിട്ടുമായിരുന്നു. അതും നമുക്കൊരു നല്ല ട്രെയിനിങ് ആയിരുന്നു. ഇഷ്ടം പോലെ ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അന്ന് ഈ ഞാൻ പറഞ്ഞല്ലേ ഈ ഡിസിപ്ലിൻ്റെ പോരാഴി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളില്ലാത്തതിൻ്റെ ഒരു അഭാവം, അതുകൊണ്ട് കൂവാനും ഒക്കെ ഒരു സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൂവും. ഇപ്പോൾ കൂവുന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, ഏതായാലും കൊള്ളാം. അന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ തെറ്റുമ്പം നല്ലപോലെ കൂവൽ കിട്ടുമായിരുന്നു. അപ്പോൾ അത് നമുക്ക് കൂടുതൽ നന്നായിട്ട് പാടാനായിട്ടുള്ള പ്രചോദനമായിട്ടുണ്ട്. അത് ഈ മ്യൂസിക് ടീം ഒക്കെ വളരെ വളരെ ഭംഗിയായിട്ടുള്ള പുറത്ത് പോയി കോമ്പറ്റീഷനുകൾ, കലോത്സവം. അതിനകത്ത് കാത്തലിക് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ CSE ഉണ്ട്, പിന്നെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ. അതിനൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പ് സോങ്ങിനൊക്കെ ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. ആ ഒരു അനുഭവമൊക്കെ എങ്ങനെയാണ്? അത് പിന്നീടുള്ള ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു വലിയ ഇതായി മാറിയിട്ടുണ്ടാവും? തീർച്ചയായിട്ടും അന്നത്തെ ആ ഒരു ട്രെയിനിങ് ആണ്. പിന്നെ ഞാൻ എവിടെ ചെന്നാലും ഞാനൊരു ബാങ്കറായിട്ടോ ഒന്നുമല്ല, ബാങ്കിലായിരുന്നു എൻ്റെ ജോലി. ബാങ്കറായിട്ടിനേക്കാളേ ഈ പാട്ടുകാരൻ ജോർജ് എന്ന് പറയുമായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടുന്ന് കിട്ടിയ ഒരു പ്രചോദനം, അത് ട്രെയിനിങ്ങുമാണ്. അപ്പോൾ അതൊരിക്കലും മറക്കില്ല ഒന്നും. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ എനിക്ക് 75 വയസ്സായി. ഇപ്പോഴും ഞാൻ പാടാൻ തുടങ്ങിയാൽ കുറച്ച് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തുള്ള ഈ ഒന്നിൽ ക്രിസ്മസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓണമായിരിക്കും. അതിനൊക്കെ ഒരു പാട്ട് പാടണമെന്ന് പറയുമ്പം 2-3 പ്രാവശ്യമൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് പാടുമ്പോൾ നമുക്കിപ്പോഴും പാടാൻ സാധിക്കുന്നു എന്നുള്ളത് അത് എല്ലാം ആ പഴയ ആ ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടിയ ഒരു ഗുണമാണ്. പിന്നെ എന്ന് വെച്ചാൽ പാട്ട് പഠിച്ചിട്ടില്ല എന്ന് ആദ്യമേ പറഞ്ഞല്ലോ, പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും അന്ന് മുതൽ യേശുദാസിൻ്റെയും അതുപോലെ തന്നെ ജയചന്ദ്രനും ഇങ്ങനെ AM രാജ ഇവരൊക്കെ പാടുന്ന പാട്ടുകൾ, സുശീലാമ്മ, അവരുടെയൊക്കെ പാട്ടുകൾ പാടുമ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ട് അതുപോലെ പാടാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ശ്രമിക്കുമ്പോൾ അതൊരു ഒരു സംഗീത അധ്യാപനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരി. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഡിസിപ്ലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അന്നെങ്ങനെയായിരുന്നു ഈ ക്യാമ്പസ് രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, അന്ന് ക്യാമ്പസ് രാഷ്ട്രീയം ഞാൻ കഴിഞ്ഞതിന് ശേഷമാണ് അത് തുടങ്ങിയത്. കേരള കോൺഗ്രസ് ഒക്കെ മുമ്പേ ഈ അടിപിടിയും ബഹളമൊക്കെ ആയിരുന്നു. അല്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു ബഹളം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് ഇവിടെയും അതിന് കൂടുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അല്ലാതെ ഇപ്പോഴത്തെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പിൻബലത്തോടു കൂടിയുള്ള വലിയ സമരങ്ങളൊന്നും ഇല്ലായിരുന്നു. സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ മകൻ ഇപ്പോൾ നിലവിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനായിട്ട് ഇവിടെ ഉണ്ട്, അസോസിയേറ്റ് പ്രൊഫസറാണ്, ജോസഫ് ജോർജ്. അതെ. അപ്പോൾ അത് വലിയ ഒരു സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവെന്ന തലത്തിൽ താങ്കൾ പഠിച്ച കോളേജിൽ തന്നെ മകൻ ഒരു അധ്യാപകനായിട്ട് വരുന്നു എന്ന് പറയുന്നത് വലിയ അഭിമാനകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും. മാത്രമല്ല അവൻ ഒരുപാട് NCCയിലും ഒക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് കോളേജിൽ ഇപ്പം ഒബ്വിയസ്ലി നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം. അപ്പോൾ ഈ അന്ന് സാറ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു അധ്യാപന രീതികളും ഇന്നത്തെ അധ്യാപന രീതികളും നമ്മൾ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് തോന്നിയിട്ടുണ്ടാകുന്നത്? അല്ല, ഇന്നത്തെ എനിക്ക് അറിഞ്ഞുകൂടല്ലോ. കാരണം എന്ന് വെച്ചാൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്കല്ലല്ലോ അവൻ നമ്മുടെ വീട്ടിൽ വരുന്നത്, എൻ്റെ മകനായിട്ടില്ലേ. അപ്പോൾ മാത്രമല്ല ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഒരു രീതിയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് സാറന്മാരിങ്ങനെ വരുമ്പോൾ ക്ലാസ്സിൽ വരുമ്പോൾ അവർ പഠിച്ച ഒരു പുസ്തകം തന്നെ മറിച്ച് അത് വളരെ പതുക്കെ മറിച്ച് അല്ലെങ്കിൽ കയറിപ്പോവും. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു നോട്ടൊക്കെ തരുന്നത്. ഇന്ന് അങ്ങനെയല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇന്ന് പുതിയ ഒരുപാട് പുസ്തകങ്ങൾ വരുന്നു, ടെക്നോളജി ഉണ്ട്. ടെക്നോളജി കൊണ്ട് ഒരുപാട് ഇത് വരുന്നുണ്ട്. അന്ന് പുസ്തകം മാത്രമല്ലേ ഉള്ളൂ. പണ്ട് ടെക്നോളജി ഇല്ലാത്ത സമയത്ത് നിങ്ങളൊക്കെ റെഫർ ചെയ്യുവാനും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ലൈബ്രറി ഉള്ളതായിരുന്നു ഞങ്ങൾക്ക്. അപ്പം സാറ് പറയും ഇങ്ങനെ ലൈബ്രറിയിൽ പോയി പുസ്തകം എടുത്ത് വായിക്കാൻ പറയും. അപ്പോൾ അതിന് പോകും, അതിന് റെഫറൻസ് തരും. പിന്നെ നമുക്ക് പഠിക്കാനുള്ള പാഠപുസ്തകം തന്നെ ഒരുപാട് ഗൈഡുകൾ കിട്ടുമായിരുന്നു. ഇന്നിപ്പോൾ ഗൈഡുകളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, കുറവാണ്. അപ്പം അന്ന് എങ്ങനെയാണെങ്കിലും ഒരു ഗൈഡ് ഏതായാലും നമുക്ക് കാണും. അങ്ങനെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ SS കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഷ് അലുമിനി അസോസിയേഷൻ ഓഫ് SH അത് ഇപ്പോൾ ഈ അന്നത്തെ കാലഘട്ടത്തിൽ പഠിച്ച ആൾക്കാരെയൊക്കെ ആയിട്ടുള്ള വീണ്ടും ഇന്നിപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് വർഷങ്ങളായി വീണ്ടും ഇടയ്ക്കിടയ്ക്ക് റീയൂണിയനുകളുണ്ട്, പ്രത്യേകിച്ച് ഹാർട്ടി ഫെസ്റ്റിനോട് അനുബന്ധിച്ചൊക്കെ. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയാണ്? പ്രത്യേകിച്ച് സാറ് വരുമ്പോൾ ഒരുപാട് പാട്ടുകൾ പാടുവാൻ വേണ്ടി കൂടെയുള്ളവർ വളരെ നിർബന്ധിക്കുന്ന പല സന്ദർഭങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയാണ് ഇവർ ഈ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴുള്ള ഒരു വലിയൊരു അനുഭവം? ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടെ പാടാൻ തന്നെ ഈ ഹാർട്ടി ഫെസ്റ്റിന് പാടാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതാ,
വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ ഹാളിൽ, ഈ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ എത്രയോ ഗാനങ്ങൾ ആലപിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പിന്നെയും നമുക്കൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ദൈവത്തിന് ഒരു വലിയ അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊരു വലിയൊരു സന്തോഷം നിറഞ്ഞൊരു സന്ദർഭമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ സാർ വളരെ വാചാലനാണ്. അതുകൊണ്ട് നമുക്ക് ഈ അഭിമുഖം സാറിൻ്റെ ഒരു 2-3 മനോഹരമായ വരികൾ കൊണ്ട് അവസാനിപ്പിക്കാം. താങ്ക് യു. ഞാൻ പറഞ്ഞു, ഈ സംഗീതത്തെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ സംഗീതം ഇപ്പോൾ പലതരത്തിലാണ്. ഇപ്പം ഈ കമ്പ്യൂട്ടർ യുഗം വന്നപ്പോൾ തന്നെ സംഗീതത്തിൻ്റെ ഊടുംപാവും മാറി. പണ്ട് അങ്ങനെയല്ലായിരുന്നു. സംഗീതം നല്ലൊരു കവിത കാണും. സിനിമാ ഗാനങ്ങൾ പോലും നല്ല കവിതകളായിരുന്നു. അത് നല്ല അർത്ഥോക്തിയുള്ളൊരു 8 വരിയായിരിക്കും. അതിൻ്റെ അകത്ത് നല്ല ഭംഗിയായിട്ടുള്ളൊരു മ്യൂസിക്, അതിന് അനുയോജ്യമായിട്ടുള്ള, ആ സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു മ്യൂസിക് കൊടുക്കുന്നു. അത് അതിമനോഹരമായിട്ട് റെൻഡർ ചെയ്യുന്നു, പാടുന്നു. ഇങ്ങനെയായിരുന്നു ആ പാട്ടുകൾ. അതുകൊണ്ടാണ് ആ പാട്ടുകളൊക്കെ ഇന്നും നമുക്ക് ഒരുപാട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്, പഴയത്. അപ്പോൾ ഈ പഴയ കാലഘട്ടത്തിൽ ഞാനിപ്പോഴും പുതിയ ലേറ്റസ്റ്റ് പാട്ടുകളൊന്നും എനിക്ക് പാടാൻ വഴങ്ങുകയില്ല. കാരണം എന്താ വെച്ചാൽ പാട്ടുകൾ ഇഷ്ടമാണ്, അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും അതിനൊക്കെ ഈ പറഞ്ഞ മാനുഷികമായ ഒരു നൈർമല്യതയില്ല, ഒരു ആയുസം കൂടെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കൊല്ലം 2 കൊല്ലം കിട്ടി കഴിഞ്ഞാൽ തീർന്നു. അതേസമയം ഈ പഴയ പാട്ടുകൾ, 50 കൊല്ലം പഴക്കമുള്ള പാട്ടുകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ പാടുമ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടുന്നില്ലേ. അപ്പോൾ പണ്ട് ഞാനിവിടെ വന്നപ്പം 64 ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, കാട്ടുപൂക്കൾ. അതിൻ്റെ അകത്ത് ONV സാറിൻ്റെ ഒരു പാട്ടാണ്, മാണിക്യ വീണയും എന്നുള്ള ആ പാട്ട്. അത് യേശുദാസ് വളരെ മനോഹരമായിട്ട് പാടി, അത് ദേവരാജ മാഷ് മ്യൂസിക് ചെയ്ത്. അതിൻ്റെ ഒരു 4 വരി ഞാൻ പാടാം. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. മനോഹരമായിരിക്കുന്നു. താങ്ക് യു. ഒരിക്കൽ കൂടി തേവര കോളേജിലോട്ടും SH വിഷനിലോട്ടും ഒക്കെ എത്തി ഈ നമ്മുടെ ഹാർട്ടി ആൻഡ് ടോക്ക് ഷോയിൽ പഴയ ഓർമ്മകൾ പങ്കുവച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ ജോയിനിങ്. വളരെ സന്തോഷമുണ്ട്. ഇതുപോലൊരു അവസരം എനിക്ക് തന്ന ഇതിൻ്റെ ആൻ്റണി അച്ഛനും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് കേൾക്കുന്നു എൻ്റെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.